കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ ഒരു വാചകമാണിത്. കാരുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്ന അനേകരുണ്ട്. നന്മ മരം എന്ന പേര് കിട്ടാൻ വേണ്ടി കാരുണ്യപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ ഒട്ടനവധി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. എന്നാൽ കാരുണ്യപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ എല്ലാവരും കരുണയുള്ളവർ ആയിരിക്കണമെന്നില്ല. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. എന്നേക്കാൾ 40 വയസ്സെങ്കിലും അദ്ദേഹം മുതിർന്നതാണ്. ബ്രൂസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വൃദ്ധനായി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. പല കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ബ്രൂസ് തൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു. അദ്ദേഹം ഒരു അനാഥാലയത്തിലാണ് വളർന്നത്. അനാഥാലയം എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ജീവകാരുണ്യ പ്രവർത്തനമാണല്ലോ, അല്ലേ? എന്നാൽ ബ്രൂസ് തൻ്റെ ചെറുപ്പകാലത്തെ ഓർമ്മകൾ എന്നോട് പങ്കുവച്ചു. ആ അനാഥാലയത്തിൽ ഒരു കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹം അനുഭവിച്ച ക്രൂരതകളെക്കുറിച്ച് എന്നോട് പറഞ്ഞു. അനാഥാലയത്തിൽ കുട്ടികളെ സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തമുണ്ടായിരുന്ന ആളുകൾ മനുഷ്യത്വമില്ലാതെയാണ് പെരുമാറിയത്. ആ ചെറിയ മനസ്സിലുണ്ടായ വൈകാരികമായ മുറിവുകൾ 70 വർഷങ്ങൾക്ക് ശേഷവും ബ്രൂസിൻ്റെ ഹൃദയത്തിൽ ഉണങ്ങാതെ കിടപ്പുണ്ടായിരുന്നു. ഒരു അനാഥാലയം നടത്തുക, അവിടെയുള്ള കുട്ടികൾക്ക് ഭക്ഷണവും വസ്ത്രവും നൽകുക എന്നതൊക്കെ ഒരു കാരുണ്യ പ്രവർത്തനമായി അറിയപ്പെടുന്നുണ്ട്. എങ്കിലും ആ ചെറിയ കുട്ടികളോട് ഇടപെട്ട ആളുകൾ കരുണയുള്ളവർ ആയിരുന്നില്ല. കരുണയുള്ളവർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് കാരുണ്യം സ്വഭാവഗുണമായിട്ടുള്ളവർ എന്നാണ്. ഇടയ്ക്കിടയ്ക്ക് ചില കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരല്ല കരുണയുള്ളവർ. നേരെ മറിച്ച് അവരുടെ എപ്പോഴുമുള്ള പെരുമാറ്റം കരുണയുള്ളതായിരിക്കും. കരുണ എന്നത് അവരുടെ ജോലിയല്ല, മറിച്ച് അവരുടെ സ്വഭാവവിശേഷമാണ്. കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് കരുണ ലഭിക്കുമെന്നല്ല യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത്. താൻ പറഞ്ഞത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്നാണ്. കരുണയുള്ളവർ ചില പ്രത്യേക അവസരങ്ങളിൽ മാത്രം കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരല്ല. അവർ എപ്പോഴും ഏത് സാഹചര്യത്തിലും എല്ലാ മനുഷ്യരോടും കരുണയുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കരുണ ലഭിക്കും. സാധാരണ ഒരു മനുഷ്യന് ആത്മീയമായി ദരിദ്രൻ എന്ന് പറയാൻ സാധിക്കും, ദുഃഖിക്കാൻ സാധിക്കും, സൗമ്യമായി പെരുമാറാൻ സാധിക്കും, നീതിക്കു വേണ്ടി വിശന്ന് ദാഹിക്കുവാൻ സാധിക്കും, ചില കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനും സാധിക്കും. കരുണ ഒരു സ്വഭാവ ഗുണമുള്ളവനായി മാറാൻ അയാൾക്ക് കഴിയില്ല. അതിന് ആ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിന് തന്നെ ഒരു മാറ്റമുണ്ടാകണം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ഒരു പുതിയ സൃഷ്ടിയായി മാറണം. ഇവിടെ യേശുക്രിസ്തു പറഞ്ഞത് അങ്ങനെ പുതു സൃഷ്ടിയായി മാറിയ ഒരാളുടെ കാര്യമാണ്. അവരുടെ സ്വഭാവം കരുണയുള്ളതായി മാറും. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.